ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാംഗോ ജ്യൂസുമായിട്ടാണ്. നമ്മൾ മാംഗോ ജ്യൂസൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, സാധാരണ പാലൊക്കെ ചേർത്തിട്ട്. പക്ഷേ ഇതിൽ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാംഗോ ജ്യൂസാണ്. നമ്മൾ ഇഫ്താറിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി മാംഗോ ജ്യൂസാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണും കൂടിയാണല്ലോ. അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു വലിയ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ശരിക്കും ഇഞ്ചി ഇടുന്നതോടുകൂടി ഈ ജ്യൂസിൻ്റെ ഫ്ലേവർ തന്നെ മാറും. മാംഗോ ജ്യൂസ് തന്നെ, പക്ഷേ ഫ്ലേവർ ഒന്ന് ചേഞ്ച് ആവും. നല്ല ടേസ്റ്റാണ്. അതുപോലെ 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയാണ് ശരിക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരുപാട് പഞ്ചസാര വേണ്ട. ഞാൻ 2 വലിയ ഗ്ലാസ് ജ്യൂസിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളൂ. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിച്ചതിന് ശേഷം വേണം മാത്രം നമ്മൾ സെർവ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇഞ്ചിയുടെയും അതുപോലെ ഏലക്കായുടെയൊക്കെ ആ ഒരു വേസ്റ്റ് കളയണം. അപ്പോൾ നമ്മൾ അരിച്ച് ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തോന്നും. ഇഞ്ചി ചേർക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ മാങ്ങയും പഞ്ചസാരയും പാലൊക്കെ ചേർത്ത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇഞ്ചി ചേർക്കുന്നതോടുകൂടി ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.